നമസ്കാരം. മറ്റൊരു ശിവ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ ഓം നമഃശിവായ എന്നോ ഓം ഹ്രീം നമഃശിവായ എന്നോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമമാണ് എങ്കിലും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഏവരും ഏകാഗ്രതയോടെ തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു നിർണായകമായ ഒരു മാറ്റം സംഭവിക്കാനായി പോവുകയാണ് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലവിധ രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ പുറത്തു വരുവാനുള്ള ഒരു ശ്രമം കാണുന്നു എന്നുള്ളതാണ് വാസ്തവം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോലും തടയുവാൻ സാധിക്കാത്ത ഒരു കൊടുങ്കാറ്റിന് സമാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇനിയൊരു പിന്നോട്ട് പോക്കില്ല എന്നതാണ് വാസ്തവം. കാരണം ഈ സമയം നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വഴിത്തിരിവിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് എന്ന് പറയാം. അതിനാൽ ഈ ഒരു സന്ദേശം, ഈ വാക്കുകൾ തീർച്ചയായും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അത് അവഗണിക്കേണ്ടതായ സാഹചര്യം അത് ഈശ്വരാധീനം നഷ്ടപ്പെടുന്നതിനാൽ സംഭവിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഈശ്വരാധീനം വർദ്ധിക്കുമ്പോൾ അത്തരം സൂചനകൾ, അത്തരം കാര്യങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ അവഗണിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല വിധത്തിലുമുള്ള തർക്കങ്ങൾ നിങ്ങളെ മാനസികപരമായി വിഷമിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. പുറമേ കാട്ടിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളിലൂടെ ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം ശരി തെറ്റുകൾ പലപ്പോഴും തീരുമാനിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പലരും നിങ്ങളെ തടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് ഒരു വിഘാതമായി നിന്നിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾക്ക് മുൻപിൽ ഇത്തരം ചില കാര്യങ്ങളുടെ സത്യാവസ്ഥയോ മറ്റു ചില കാര്യങ്ങളോ ബോധ്യപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അസ്വസ്ഥതകൾ പലതും നിങ്ങളെ വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഈ സമയം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വെളിപ്പെട്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മറച്ചു വയ്ക്കപ്പെട്ട അല്ലെങ്കിൽ
പലപ്പോഴും നിങ്ങൾ അറിയരുത് എന്ന് വിചാരിക്കുന്നതായ ചില യാഥാർത്ഥ്യങ്ങൾ അത് നിങ്ങളുടെ ബോധാവസ്ഥയിലേക്ക്, അതായത് നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം അത്തരമൊരു തോന്നൽ, അതായത് ചില കാര്യങ്ങൾ തിരിച്ചറിയുവാൻ സാധിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അസ്വസ്ഥതകളുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ എന്തോ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അത് പ്രവേശിക്കാനായി പോകുന്നു എന്ന തോന്നൽ, അത് കൃത്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറല്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ തീർച്ചയായും ഒരു മാറ്റം കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ സമയം ആഗതമായിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് സ്നേഹത്തിന്റെയും കരുതലിന്റെയും മുഖംമൂടി അണിഞ്ഞിരിക്കുന്ന വ്യക്തികളുണ്ട് എങ്കിൽ അവർ ആരാണ് എന്നും അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നും ഓരോന്നായി നിങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ചിലത് കാണുവാനും ചിലത് കേൾക്കുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങൾ നിങ്ങളെ വളരെയധികം ഞെട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഇതിൽ ഭയപ്പെടേണ്ടതായിട്ടുണ്ടോ എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ഇല്ല എന്നതാണ് വാസ്തവം. ഈ സമയം ഭയപ്പെടാതെ തന്നെ അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം സത്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരം സത്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആശ്വാസം ലഭിക്കുന്ന കാര്യങ്ങളായി മാറാം. കാരണം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില വ്യക്തികൾ അവർ നിങ്ങളുടെ പരിചയക്കാരാകാം, സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പരിചിതമായ ഒരു വ്യക്തിയോ ആകാം. അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അന്ധമായി വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും വെറും നുണകളായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അല്ലെങ്കിൽ പച്ചയായ പല സത്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ അബദ്ധങ്ങൾ പിഴയാതിരിക്കുവാൻ ഭഗവാൻ തന്നെ കാട്ടിത്തരുന്ന ചില സാഹചര്യങ്ങളാണ് ഉള്ളത് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നതായ ആ വിശ്വാസം അത് ബിസിനസ് പരമോ തൊഴിൽപരമോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അത് തകർന്നു വീഴുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും നിങ്ങൾക്ക് ഒന്നും പ്രവർത്തിക്കാനോ സാധിക്കാതെ നിസ്സഹായരായി നിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർക്ക് ഒരു കുറ്റബോധം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് വാസ്തവം. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളെ അവർ തെറ്റിദ്ധരിച്ചു എന്നതും അവരുടെ വിഷമത്തിന് ഒരു കാരണമാകുന്നു എന്നതാണ് വാസ്തവം. അവരുടെ ഹൃദയത്തിൽ വളരെയധികം ദുഃഖം നിലനിൽക്കുന്നതായ സാഹചര്യം ഉണ്ടാകാം എന്നതും വാസ്തവമാണ്. ഈ വ്യക്തി നിങ്ങളോട് മാപ്പിരക്കുന്നതായ ഒരു സാഹചര്യവും രൂപപ്പെടാം എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അവർക്ക് നിങ്ങളുമായുള്ള ആ സൗഹൃദം നഷ്ടപ്പെടുമോ എന്ന ഭയം, അല്ലെങ്കിൽ അവര് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ചിന്ത പോലും അവർക്ക് ഉണ്ടായി എന്ന് വരാം. അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ചിന്ത അവരിൽ ഉണ്ടായി എന്ന് വരാം.
അവർ വളരെയധികം വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം യഥാർത്ഥ ഉറവിടം നോക്കുകയാണ് എങ്കിൽ വളരെ ദുർബലമായി നിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് തന്നെയാണ് ഇത്തരം ശക്തിയായി നിൽക്കുന്ന നിങ്ങളോട് പലർക്കും ഒരു അസൂയ തോന്നിയിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. അത് തന്നെയാണ് ഇവർക്ക് നിങ്ങളോടുള്ള അസൂയയുടെ സാഹചര്യം എന്നത് വാസ്തവമാണ്. അത്തരത്തിൽ ഉയർച്ചയുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തെ നേരിടുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഇവർക്ക് നിങ്ങളോട് ഒരു അസൂയയുണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങൾ പല കാര്യങ്ങളിലും പുഞ്ചിരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതായത് ഏത് പ്രശ്നത്തെയും പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുവാൻ സാധിക്കുന്ന നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് വളരെയധികം അസൂയ തോന്നുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് സംശയങ്ങളുണ്ട്. എന്നാൽ ആ വ്യക്തികൾ നിങ്ങളോട് കപടമായ രീതിയിൽ പല കാര്യങ്ങളും പെരുമാറി എന്നതാണ് വാസ്തവം. അവർ വളരെയധികം അഭിനയിക്കുന്നതായ സാഹചര്യം അല്ലെങ്കിൽ കപടമായ ഒരു സ്വീകാര്യത നിങ്ങൾക്ക് നൽകുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിമാനം അത്തരം ചില കാര്യങ്ങൾ നൽകുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി, സ്വീകാര്യത നൽകുന്നതായ സാഹചര്യം ഉണ്ടായി എന്നതാണ് വാസ്തവം. അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം വ്യാജമായിരുന്നു എന്ന് ബോധ്യപ്പെടാവുന്ന സാഹചര്യങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും അവർ നിങ്ങളെ പിന്തുണയ്ക്കുന്നതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളെ പിന്തുണയുന്നതായ സാഹചര്യങ്ങളിൽ പോലും അവർ അത്തരം കാര്യങ്ങൾ വഴിമുടക്കുവാൻ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കണം എന്ന ധാരണയിൽ അത്തരത്തിൽ അവർ ശ്രമിച്ചിരുന്നു എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ നടക്കരുത് എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അവർ അതിനായി രഹസ്യമായുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും കൂടുതൽ അറിയുവാൻ താല്പര്യപ്പെടുന്നു എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾ പുറമെ പറയാത്തത് അവർക്ക് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു എന്നത് വാസ്തവം തന്നെയാണ്. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇനിയും മറച്ചു പിടിക്കുവാൻ സാധിക്കില്ല എന്നൊരു ചിന്ത അവരിൽ ഉടലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ പിടിക്കപ്പെടുമോ എന്ന ചിന്ത അവരുടെ മനസ്സിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഈശ്വരാധീനമുണ്ട്. ആ ഈശ്വരാധീനം നിറയുന്നതായ അവസരത്തിൽ അവർ നിങ്ങളിലേക്ക് പരത്തിയതായ ഇരുട്ടിന് അത് നിങ്ങളിൽ കുടികൊള്ളുവാൻ ഒരിക്കലും സാധിക്കില്ല എന്ന സൂചന തന്നെയാണ് ഉള്ളത്. അതവർ മനസ്സിലാക്കുന്നതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് മുൻപിൽ വെളിപ്പെട്ടതോ അല്ലെങ്കിൽ വെളിപ്പെടുന്നതായ സാഹചര്യമോ ഉണ്ടാകും എന്നതാണ് വാസ്തവം. അത് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതായ കാര്യം, ഈ സമയം നിങ്ങളെ തടയുക എന്നത് അസാധ്യം തന്നെയായ കാര്യമാണ്. കാരണം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഫലം ലഭിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഓരോ കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ വാക്കുകളുമായി ബന്ധപ്പെട്ടും പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങളും ഒരു പുനഃപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. ആരാണ് നിങ്ങളുടെ ശത്രു, ആരാണ് നിങ്ങളുടെ മിത്രം എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളും പലരും ഒളിച്ചു വയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് വരാം.
എന്നാൽ അതിൽ നിങ്ങൾ ഒരിക്കലും വീണു പോകാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാം എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും സത്യത്തെ മനസ്സിലാക്കുവാനും വരും ദിവസങ്ങളിൽ വിചിത്രമായ പല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാൽ പോലും അത് നിങ്ങൾക്ക് അത്ഭുതമായി തോന്നേണ്ടതായിട്ടില്ല. ഈ സമയം ചില വ്യക്തികൾ വളരെ കാലങ്ങൾക്ക് ശേഷം നിങ്ങളോട് സംസാരിക്കുകയോ നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ കണ്ടുമുട്ടുകയോ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അപ്രതീക്ഷിതമായി ചില സന്ദേശങ്ങൾ നിങ്ങളെ തേടിയെത്താവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും നിർജീവമായി ഇരിക്കുന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശക്തിയായ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നും സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്താണ് എന്നും കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ തിരിച്ചറിവ് അത് ഭഗവാന്റെ നിശ്ചയമാണ്, അല്ലെങ്കിൽ ആത്മീയപരമായ ഒരു നിയോഗമാണ് എന്ന് തന്നെ പരാമർശിക്കാം. തീർച്ചയായും വളരെ കാലങ്ങളായുള്ള ചില കെട്ടുപാടുകൾ അത് പൊട്ടിക്കുവാനുള്ള സമയം നിങ്ങൾക്ക് ആഗതമാകുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം തീർച്ചയായും ആരാണോ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് അത് തീർച്ചയായും മനസ്സിലാക്കുവാൻ സാധിക്കും. അത് സംശയമായല്ല, കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരും. തെറ്റുകളും കുറവുകളും പലപ്പോഴും നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ പ്രതീക്ഷകളോടെ അതെല്ലാം അതിജീവിക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലേക്കും ഒരു മടങ്ങിപ്പോക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അത് ആവശ്യമില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കും എന്ന് ചിത്രീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന പല വ്യക്തികളെയും കാണുവാൻ സാധിക്കുന്നുണ്ട്. അതവർ കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളെ തകർക്കുവാനും നിങ്ങളുടെ പരിശ്രമങ്ങൾ തകർക്കുവാനും അവർ വളരെയധികം കഷ്ടപ്പെട്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമായ കാര്യം തന്നെയാണ്. നിങ്ങളുടെ ആത്മാഭിമാനത്തെ അവർ തീർച്ചയായും പല രീതിയിലും മുറിവേൽപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഈ സമയം ഭഗവാൻ തന്നെയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി തന്നെയാണ് നിങ്ങളെ ചേർത്ത് പിടിച്ചത് എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. നിങ്ങളുടെ യഥാർത്ഥമായ വ്യക്തിത്വം അത് പലർക്കും മനസ്സിലാക്കുവാൻ ഇനി സാധിക്കും എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ കാലമായി പിന്തുടർന്നു പോരുന്ന പല പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതാണ് വാസ്തവം. അത് അവസാനിപ്പിക്കുവാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാം എന്നുള്ളതാണ്. നിങ്ങൾ തീർച്ചയായും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്ധകാരത്തിൽ തന്നെയായിരുന്നു എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾക്ക് ബോധ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ സമയം ആ ഒരു അന്ധകാരത്തിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിൽ ഉള്ളത് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അത് നിങ്ങൾക്ക് ഒരിക്കലും ചെറുതായി തോന്നുവാൻ പാടുള്ളതല്ല. വലിയ ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ് നിങ്ങളിൽ ഉള്ളത് എന്നതാണ് വാസ്തവം. അത് തീർച്ചയായും നിങ്ങൾ ഓർത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല വിഷമതകളും അനുഭവിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അതൊരിക്കലും വെറുതെ ആകില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ ആരെല്ലാം നിങ്ങളെ പരിഹസിച്ചുവോ അല്ലെങ്കിൽ കുത്തുവാക്കുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചുവോ അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നിങ്ങൾക്ക് അതൊരു ശക്തിയായി എടുത്ത് മുന്നേറുവാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ വളരെയധികം ഉയർച്ചയോ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും വളരെയധികം മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമോ പല കാര്യങ്ങളും
നിങ്ങൾക്ക് മേൽ വെളിപ്പെടുന്നതായ സാഹചര്യമോ രൂപപ്പെടാവുന്നതാണ്. പല കാര്യങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാനോ അത്തരത്തിൽ മുന്നേറുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ സമയം ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകണം. പൂർണ്ണമായും കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് ഭഗവാൻ നൽകുകയാണ്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ ശാന്തമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. സമാധാനം അത് നഷ്ടപ്പെടരുത് എന്ന കാര്യം, അത് ആരെയും അനുവദിക്കരുത് എന്ന കാര്യം കൂടി ഓർക്കുക. ഭഗവാൻ പകർന്നു നൽകിയതായ ആ ഊർജം സംരക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം.